അത് ടൂ വീലറായാലും ഫോർ വീലറായാലും ബാധകമാണെന്ന് മാത്രം. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിന് എവിടെ പോയാലും പാൻ കാർഡ് നമ്പർ ചോദിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതിനാണ് മാറ്റം വരാൻ പോകുന്നത്. ഒരു പുതിയ വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലം വിൽക്കുകയാണെങ്കിൽ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം മുടക്കുമ്പോൾ, ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ പണം നിക്ഷേപിക്കുമ്പോൾ, വലിയ ക്വാർട്ടറുകളിൽ താമസിച്ച് ബിൽ പേ ചെയ്യുമ്പോൾ, കല്യാണ ആവശ്യത്തിനോ മറ്റ് ആഘോഷ പരിപാടികൾക്കോ കൺവെൻഷൻ സെന്ററോ ബാങ്കറ്റ് ഹാളോ വാടകയ്ക്കെടുത്താൽ, അതുപോലെ ഈവന്റ് മാനേജ്മെന്റ് ചെലവുകൾ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് പാൻ കാർഡ് നമ്പർ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. എങ്കിൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ, അതായത് 2026 ഏപ്രിൽ 1 മുതൽ കാര്യങ്ങൾ മാറുകയാണ്. ഇനി എല്ലായിടത്തും പാൻ കാർഡ് ആവശ്യമില്ല. നികുതി കാര്യങ്ങളിൽ കൂടുതൽ സുതാര്യതയും നിരീക്ഷണവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രാലയം പരിഷ്കരിച്ച ആദായ നികുതി ചട്ടം വിജ്ഞാപനം ചെയ്തിരിക്കുന്നു. പുതിയ നിയമമനുസരിച്ച് ഇനി എവിടെയെല്ലാമാണ് പാൻ കാർഡ് ആവശ്യമായി വരികയെന്നും എന്തെല്ലാം ഇളവുകളാണ് ലഭ്യമാകുകയെന്നും നമുക്ക് പരിശോധിക്കാം. നാം സാധാരണഗതിയിൽ ഒരു സ്ഥലം വിൽക്കുന്നു എന്നിരിക്കട്ടെ. നിലവിൽ 10 ലക്ഷം രൂപയ്ക്ക് മേലുള്ള ഇടപാടുകളിൽ നികുതി ആവശ്യങ്ങൾക്ക് നിരീക്ഷണത്തിനുമായി പാൻ കാർഡ് നിർബന്ധമായിരുന്നു. എന്നാൽ ഏപ്രിൽ 1 മുതൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്ക് മാത്രമേ പാൻ നൽകേണ്ടതുള്ളൂ. ചെറുകിട ഇടപാടുകളിൽ നിന്നും വലിയ സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ മാറ്റങ്ങൾ. നിലവിലെ നിയമപ്രകാരം ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ അത് എത്ര വിലയുള്ള വാഹനമാണെങ്കിലും പാൻ നൽകണമായിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഇതിൽ ഉൾപ്പെടില്ലായിരുന്നു. പക്ഷേ പുതിയ നിയമപ്രകാരം 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വണ്ടി വാങ്ങുകയാണെങ്കിൽ മാത്രമേ പാൻ നമ്പർ നൽകേണ്ടതുള്ളൂ. അത് ടൂ വീലറായാലും ഫോർ വീലറായാലും ബാധകമാണെന്ന് മാത്രം. 5 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ പാൻ നമ്പർ നൽകേണ്ട കാര്യമില്ല എന്നർത്ഥം. വലിയ ഇടപാടുകളിൽ പാൻ നമ്പർ നിർബന്ധമാക്കുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഫലപ്രദമായി ട്രാക്ക് ചെയ്യാനും നികുതി വെട്ടിപ്പ് തടയാനും സഹായകരമാകും. നിക്ഷേപങ്ങളെക്കുറിച്ചാണെങ്കിൽ നിലവിൽ പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ 50,000 രൂപയിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾക്ക് പാൻ നൽകണമായിരുന്നു. ഏപ്രിൽ 1 മുതൽ ഇതിനും മാറ്റം വരികയാണ്. ഒരു സാമ്പത്തിക വർഷത്തെ മൊത്തം നിക്ഷേപം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ മാത്രമേ പാൻ നൽകേണ്ടതുള്ളൂ. പണം പിൻവലിക്കുന്നതിനും ഇതേ നിയമം തന്നെയായിരിക്കും. പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വരുന്നതിന്റെ ഭാഗമായി പരിഷ്കരിച്ച വെബ്സൈറ്റും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ നിയമപ്രകാരം വ്യക്തികളുടെയും ബിസിനസ്സുകളുടെയും കൃത്യമായ വരുമാന റിപ്പോർട്ടിങ്ങും ശരിയായ നികുതി പാലനവും ഉറപ്പുവരുത്താനാകും. ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നിലവിലെ നിയമപ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ 50,000 രൂപ പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ പാൻ നൽകണം. അതേസമയം ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ തന്നെ പാൻ നമ്പർ രേഖപ്പെടുത്തണമെന്ന രീതിയിൽ നിയമം കൊണ്ടുവരാനുള്ള നീക്കവും ഉണ്ടായിരുന്നു. അത് കരട് ചട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. പക്ഷെ തൽക്കാലം ആ നീക്കം ഉപേക്ഷിച്ചിരിക്കുന്നു. വർഷത്തിൽ 50,000 രൂപ പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം പാൻ നൽകിയാൽ മതി എന്ന നിലവിലെ വ്യവസ്ഥ തന്നെയാണ് പുതിയ ചട്ടത്തിലും നിലനിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രതിവർഷം 1 ലക്ഷം രൂപയ്ക്ക് മേൽ വീട്ടുവാടക നൽകുന്നവരാണെങ്കിൽ വീട്ടുടമസ്ഥന്റെ പാൻ നമ്പർ നൽകണമെന്നത് നിർബന്ധമാണ്. കൂടാതെ ഹൗസ് ഓണറുമായി വീട്ടുകാരന് ബന്ധമുണ്ടെങ്കിൽ അതും കൃത്യമായി വ്യക്തമാക്കണം. വീട്ടുവാടക അലവൻസ് അഥവാ HRAയുമായി ബന്ധപ്പെട്ട് 50% നികുതി ഇളവുണ്ടായിരുന്നത് ഇതുവരെ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലുള്ളവർക്ക് മാത്രമായിരുന്നെങ്കിൽ പുതിയ നിയമപ്രകാരം ബാംഗ്ലൂരു, അഹമ്മദാബാദ്, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് നഗരങ്ങൾക്കെല്ലാം 40% വരെയാണ് ഇളവുള്ളത്. അതുപോലെ തന്നെ പഴയ ആദായ നികുതി സ്കീം അനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അലവൻസിന് നികുതി ഇളവ് ലഭിച്ചിരുന്നത് പ്രതിമാസം 100 രൂപ വരെയുള്ള അലവൻസിനാണ്. ഇപ്പോൾ ആ പരിധി വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രതിമാസം 3000 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. വീട്ടിൽ 2 കുട്ടികൾക്ക് മാത്രമാണ് ഈ ഇളവ് ലഭിക്കുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഹോട്ടൽ അഥവാ റെസ്റ്റോറന്റ് ബിൽ, കൺവെൻഷൻ സെന്റർ, ബാങ്കറ്റ് ഹാൾ, ഈവന്റ് മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്കുള്ള ചെലവ് 50,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പാൻ നമ്പർ നിർബന്ധമായിരുന്നു. അതിന്റെയും പരിധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആ പരിധി 1 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്ന കാര്യത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ പാൻ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ ആധാർ കാർഡ് മാത്രം മതിയായിരുന്നു. എന്നാൽ ആ സ്ഥിതി ഇനി മാർച്ച് 31 വരെ മാത്രം. അതിനുശേഷം പാൻ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ വയസ്സ് തെളിയിക്കുന്നതിനായി, അതായത് ജനനതീയതി തെളിയിക്കുന്നതിനായി അതുമായി ബന്ധപ്പെട്ട അധിക രേഖകൾ കൂടി കൊടുക്കേണ്ടി വരും. പുതിയ അപേക്ഷകർക്കായി പുതിയ ആപ്ലിക്കേഷൻ ഫോമും നിലവിൽ വരും. ഓർക്കുക, 2026 ഏപ്രിൽ 1 മുതലാണ് പുതിയ മാറ്റങ്ങൾ നിലവിൽ വരിക.